പിതാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. പുത്രനായ ദൈവമേ, അവിടത്തേക്ക് ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേക്ക് മഹത്വം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അവിടുത്തെ തിരുമുമ്പിലേക്ക് ഞങ്ങളെല്ലാവരെയും പൂർണ്ണമായി സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഷാലോം ടിവിയുടെ മുമ്പിലിരുന്ന് വചനം ശ്രവിക്കാൻ കാത്തിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും പരിശുദ്ധ അമ്മേ, നിന്റെ കരങ്ങളിലൂടെ നിത്യപിതാവിന് കാഴ്ചയായി സമർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ധ്യാനത്തിനും പരിചിന്തനത്തിനുമായി ദൈവം തന്നിരിക്കുന്ന തിരുവചനം ഫിലിപ്പിക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം. പിതാവായ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി തനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. പിതാവായ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. എൻ്റെ പ്രിയ മക്കളെ, സർവ നന്മകളുടെയും ഉറവിടമായ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ വചനം ശ്രവിക്കാൻ കാത്തു നിൽക്കുന്നത്. ഒരുപക്ഷേ നമ്മുടെ അശ്രദ്ധ കൊണ്ടും അജ്ഞത കൊണ്ടും അഹങ്കാരം കൊണ്ടും പലതും നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടാകാം. എന്താ നഷ്ടപ്പെട്ടു പോയത്? ദൈവം നൽകിയ ശിഷ്യത്വം, ദൈവം നൽകിയ ക്രിസ്തീയമായ പൗരത്വം, ഇതൊക്കെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടാകാം. ദൈവമായ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ അത് തിരിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മെ പിടിച്ചു നിർത്തുകയാണ്. വചനം പഠിപ്പിക്കുന്നു, നമുക്ക് ആവശ്യമുള്ളത്, നമ്മൾ ചോദിക്കുന്നതല്ല തരുന്നത്, നമുക്ക് ആവശ്യമുള്ളത് തരാൻ ദൈവം ഇതാ കാത്തിരിക്കുകയാണ്. ചോദിക്കുന്നത് മാത്രമല്ല നമുക്ക് തരുന്നത്, ചോദിക്കുന്നത് നൽകാതിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ കരുണയാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് നമ്മൾ ആരും മറന്നു കളയരുത്. നാം ആവശ്യപ്പെട്ടതെല്ലാം നമുക്ക് നൽകാതെ നമുക്ക് ആവശ്യമുള്ളത് തരുന്ന ആ കർത്താവിൻ്റെ പരിപാലനയെ വിശ്വസിക്കാൻ, ആ പരിപാലനയെ അനുഭവിക്കാൻ സഹോദര സഹോദരി മക്കളെ നമുക്ക് സാധിക്കുന്നുണ്ടോ? കർത്താവ് ഇങ്ങനെ പറയാൻ ആവശ്യപ്പെടുന്നു, സാഹചര്യങ്ങളെ മാറ്റാതെ അതിനെ അഭിമുഖീകരിക്കാനുള്ള കൃപയാണ് ദൈവം നമുക്ക് തരുന്നത്. ബാഹ്യ ലോകത്തെ മാറ്റാതെ തന്നെ ആന്തരികമായ ജീവിതത്തെ മാറ്റാൻ, മനോഭാവത്തിൽ മാറ്റം വരുത്താൻ, കാഴ്ചപ്പാടിൽ മാറ്റം വരുത്താൻ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയാണ്. ദുഃഖവെള്ളി മാറ്റാതെ തന്നെ ഉയർപ്പ് ന്യായ തരാനായിട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിന് സാധിക്കുമെന്ന് തിരിച്ചറിയട്ടെ നമ്മൾ ഓരോരുത്തരും. വിക്കു മാറ്റാതെ അഹരോന് നൽകുന്ന ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയാനായിട്ട് ദൈവമായ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. മുള്ളുകൾ മാറ്റാതെ തന്നെ അതിനെ ഉൾക്കൊള്ളുവാനായിട്ടുള്ള ആത്മബലമാണ് ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് തരുന്നത്. കുരിശു മാറ്റാതെ അത് വഹിക്കുവാനുള്ള ആത്മബലമാണ് ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് തരുന്നത്.
കുരിശുകൾ മാറ്റാതെ കുരിശു വഹിക്കാനായിട്ടുള്ള ആത്മീയമായ ശക്തിയാണ് ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് തരുന്നത്. രോഗങ്ങൾ മാറ്റാതെ തന്നെ രോഗങ്ങളെ സഹിക്കുവാനായിട്ടുള്ള കൃപയാണ് ദൈവം നമുക്ക് നൽകുന്നത്. എൻ്റെ മക്കളെ, നമുക്ക് ആവശ്യമുള്ളത് നിത്യജീവനാണ്. നമുക്ക് ആവശ്യമുള്ളത് നിത്യരക്ഷയാണ്. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകുന്നത്. ദൈവത്തിൻ്റെ പ്രത്യേകമായിരിക്കുന്ന കൃപയുടെ കീഴിൽ നമ്മൾ കാത്തു നിൽക്കുകയാണ്. ദൈവം നമുക്ക് തരാത്തത് പിശാചിൽ നിന്ന് പോയി വാങ്ങാൻ നീ ശ്രമിക്കരുത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ദൈവം നമുക്ക് തരാത്തത് പിശാചിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ നമ്മൾ ആരും തേടി പുറപ്പെടരുത്. ഞാൻ ഓർമ്മിക്കുന്നുണ്ട്, വിദേശത്തേക്ക് പോകാനായിട്ട് ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ പോകേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പോരെ, സാമ്പത്തികമായ ബുദ്ധിമുട്ടാണ് അച്ചോ, എങ്ങനെയെങ്കിലും പോകണം. അങ്ങനെ അവൻ ഇവിടെ നിന്ന് യാത്രയായി. അവിടെ ചെന്നു. ജോലി കിട്ടാൻ വലിയ ബുദ്ധിമുട്ട്. ചെറിയൊരു ജോലി കിട്ടി. അപ്പോഴേക്കും അവന് രോഗമായി. വേഗത്തിൽ തിരിച്ചു വരേണ്ടതായ ഒരു ഗതികേട് അവന് വന്നു. പ്രിയപ്പെട്ടവരെ, ചില കാര്യങ്ങൾ ദൈവത്തോട് ആലോചന ചോദിക്കാതെ, ദൈവത്തിൻ്റെ പെർമിഷൻ കിട്ടാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ വിദേശത്തേക്കായിരിക്കാം, ഒരുപക്ഷെ ഒരു വിവാഹ കാര്യമായിരിക്കാം. ദൈവത്തിൻ്റെ പെർമിഷൻ കിട്ടാതെ, ദൈവത്തിൻ്റെ അനുമതി കിട്ടാതെ നമ്മൾ പല അലയൻസ് ഉണ്ടാക്കി വിവാഹ ജീവിതത്തിൽ കടന്ന് അവസാനം തകർന്നു പോകുന്ന ജീവിതങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് നടത്തി പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ 1-2 കഴിഞ്ഞപ്പോഴേക്കും അത് തകർന്ന് തെരിപ്പണമായി. കടക്കണിയിൽ അവൻ പെടാനായിട്ടിടയായി. എന്തുകൊണ്ടാണ്? ദൈവം തരാത്തത് പിശാചിൽ നിന്ന് വാങ്ങാനായിട്ട് തത്രപ്പാട് നടത്തിയപ്പോൾ, ദൈവത്തിൻ്റെ പദ്ധതി മുഴുവൻ തകർന്നപ്പോൾ അവൻ്റെ ജീവിതം തകർന്നു പോവുകയാണ്. നേരായ വഴിയിലൂടെ നമുക്ക് ലഭിക്കാത്തത് തെറ്റായ വഴിയിലൂടെ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കരുത് സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മക്കളെ. അത് നമ്മുടെ നാശം വിളിച്ചു വരുത്തും. നേരായ വഴിയിലൂടെ പലതും കിട്ടാതെ വരുമ്പോൾ, തെറ്റായ വഴിയിലൂടെ, ദൈവം ആഗ്രഹിക്കാത്ത വഴിയിലൂടെ നേടുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ജീവിതമാണ് തകരുന്നത് എന്ന് നമ്മൾ മറക്കരുത്. വിശുദ്ധനായ അന്തോനീസ് ആഗ്രഹിച്ചത് അഗസ്റ്റീൻ സഭയിൽ ചേർന്ന് ഒരു വൈദികനാകാൻ. എന്നാൽ ദൈവം ആഗ്രഹിച്ചതോ, ക്രിസ്തു വിളിച്ചത് എന്താണ്? ഒരു ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്ന് ഒരു വിശുദ്ധനായി തീരാനായിട്ടാണ് ദൈവം ആഗ്രഹിച്ചത്. വിശുദ്ധരായ മാർട്ടിനും സെലിഗ്രനും ആഗ്രഹിച്ചത് ഒരു അച്ഛനാകാനും ഒരു കന്യാസ്ത്രീയാകാനാണ്. എന്നാൽ ദൈവം ആഗ്രഹിച്ചത് എന്താണ്? വിശുദ്ധയായ കൊച്ചു തെരേസയുടെ അപ്പനും അമ്മയുമാകാനാണ് ദൈവം ആഗ്രഹിച്ചത്. വിശുദ്ധ അൽഫോൻസ് നിഗോരി ആഗ്രഹിച്ചത് അറിയപ്പെടുന്ന വലിയ വ്യക്തിയായി ഒരു വക്കീലാകാനാണ് ആഗ്രഹിച്ചത്. എന്നാൽ ദൈവം ആഗ്രഹിച്ചത് എന്താണ്? ദൈവം ആഗ്രഹിച്ചത് ദിവ്യരക്ഷാ സഭ ആരംഭിക്കാനും ഒരു സ്ഥാപക പിതാവാകാനുമാണ് ദൈവം ആഗ്രഹിച്ചത്. ദൈവം ആഗ്രഹിക്കാത്തത് മനുഷ്യൻ ആഗ്രഹിക്കരുത്. നമ്മുടെ പാളിച്ചയുടെ ചരിത്രം, കുടുംബത്തിൻ്റെ തകർച്ചയുടെ ചരിത്രം,
ജീവിത തകർച്ചയുടെ ചരിത്രം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ പദ്ധതിയെ പൊളിപ്പിച്ചുകൊണ്ട് സ്വന്തം പദ്ധതി ആരംഭിക്കുമ്പോഴാണ്. കർത്താവിനെ ഭയപ്പെടുന്നവർ തിന്മയിൽ നിന്ന് വിട്ടുമാറണം. അതാണ് ജ്ഞാനമെന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കുട്ടി ചോദിക്കുന്നത് മുഴുവൻ മാതാപിതാക്കന്മാർ വാങ്ങി കൊടുക്കണമെന്നില്ല. ഒരു കുട്ടിക്ക് അത്യാവശ്യമുള്ളതായിരിക്കാം, എന്നാൽ മാതാപിതാക്കന്മാർക്കറിയാം അത് അവന് അത്യാവശ്യമുള്ളതല്ല എന്ന്. നാം ചോദിക്കുന്നത് മുഴുവൻ ദൈവം നമുക്ക് തരണമെന്നില്ല പ്രിയപ്പെട്ടവരെ. നമുക്ക് ആവശ്യമുള്ളതെല്ലാം തക്ക സമയങ്ങളിലൂടെ ദൈവം നമുക്ക് എത്തിച്ചു തരും. ഇത് നമ്മൾ വിശ്വസിക്കണം. എന്നാൽ മാത്രമാണ് ഉള്ളതുകൊണ്ട് തൃപ്തമായിട്ട് ജീവിക്കാൻ സാധിക്കുക. നമുക്ക് അത്യാവശ്യമില്ലാത്തതും നമുക്ക് ഉപകാരമില്ലാത്തതും ദൈവം തരികയില്ല. പിന്നെന്തിനാ നമ്മൾ കിടന്ന് കഷ്ടപ്പെടുന്നത്, വേദനിക്കുന്നത്? നാം ആഗ്രഹിക്കുന്നതും നാം ചോദിക്കുന്നതും ദൈവം നൽകിയാലും നൽകിയില്ലെങ്കിലും അത് എൻ്റെ നന്മയ്ക്കാണെന്ന് വിശ്വസിക്കാൻ. ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ചോദിക്കുന്നത് എനിക്ക് നൽകിയാലും നൽകിയില്ലെങ്കിലും അത് എൻ്റെ നന്മയ്ക്കാണെന്ന് വിശ്വസിക്കാൻ സാധിക്കാതെ പോകുന്നതാണ് നമ്മുടെ പരാജയത്തിൻ്റെ കാരണം. ചോദിച്ചത് കിട്ടാതെ വരുമ്പോൾ വിഷമമായി, അല്ലേ? ചോദിച്ചത് കിട്ടിക്കഴിയുമ്പോൾ വലിയ ഉന്മാദമായി, സന്തോഷമായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചോദിച്ചത് കിട്ടിയാലും ചോദിച്ചത് കിട്ടിയില്ലെങ്കിലും സന്തോഷിക്കാനുള്ള മനസ്സാണ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടത്. അവിടെയാണ് നമുക്ക് സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുക. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, മനുഷ്യന് പ്രിയപ്പെട്ടത് ദൈവത്തിന് പ്രിയപ്പെട്ടതാകണമെന്നില്ല. പല യുവതികളും പല യുവാക്കന്മാരും വഴിതെറ്റിപ്പോകുന്നൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പ്രിയപ്പെട്ടത് ദൈവത്തിന് പ്രിയപ്പെട്ടതാകണമെന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടത് ദൈവത്തിന് ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്ക് പുണ്യമായത് ദൈവത്തിന് പാപമായിരിക്കാം. ഈ തിരിച്ചറിവ് ഓരോരുത്തരും സ്വന്തമാക്കി തീർക്കുമ്പോഴാണ് അവരുടെ ജീവിതം ധന്യമായി തീരുന്നത്, അവരുടെ ജീവിതം ദൈവത്തിന് പ്രിയങ്കരമായി തീരുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ മനസ്സറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. എങ്ങനെയാ ദൈവത്തിൻ്റെ മനസ്സറിയുക? ഇപ്പൊ അപ്പൻ്റെ മനസ്സെങ്ങനെ അറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കുക? അമ്മയുടെ ഹിതത്തിനനുസരിച്ച് എങ്ങനെയാണ് മരുമകൾക്ക് വർത്തിക്കാൻ സാധിക്കുക? ഞാൻ പറയും, ദൈവത്തിൻ്റെ ജ്ഞാനം വേണം അതിനൊക്കെ. ദൈവികമായ ജ്ഞാനമുണ്ടായാലാണ് അത് സാധിക്കുക. അറിവിനോടൊപ്പം ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് വേണം. അറിവുണ്ട് നമുക്ക്, അറിവുണ്ടായാൽ മാത്രം പോരാ, ജ്ഞാനം കൂടി നമുക്കുണ്ടാകണം. എന്നാലാണ് ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കുക. അറിവ് ലോകത്തിൽ നിന്ന് കിട്ടുന്നതാണ്, ജ്ഞാനം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് കിട്ടുന്നതാണ്. അറിവ് നമുക്കൊക്കെ ഉണ്ട്, എന്നാൽ അതുകൊണ്ട് മാത്രം തൃപ്തമായി തീരരുത്. ജ്ഞാനം കൂടി നമുക്ക് ആവശ്യമുണ്ട്. ജ്ഞാനത്തോടു കൂടിയ അറിവാണ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ആവശ്യമുള്ളത്. ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ട് മക്കൾക്കറിയാം, മാതാപിതാക്കന്മാർക്കറിയാം. ലോകത്തിൻ്റെ അറിവ് കൊണ്ട് മാത്രമായില്ല, ദൈവീകമായ ജ്ഞാനം കിട്ടിയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തെ നന്മയിലേക്ക് തിരിക്കാൻ സാധിക്കുക. ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് രോഗികൾ കടന്നു ചെല്ലുമ്പോൾ അവർക്ക് പ്രിയപ്പെട്ടത് പലതും ഉണ്ടാകാം. കാല് മുറിച്ചു മാറ്റി
ജീവിതം കൊടുക്കാൻ ഡോക്ടർമാർ ആഗ്രഹിക്കുമ്പോൾ രോഗികൾ പറയും, അത് വേണ്ട സാറേ, അത് വേണ്ട എന്ന്. പ്രിയപ്പെട്ട മകളെ, ഇതുപോലെ തന്നെയാണ് ദൈവം ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടത് എടുത്തു മാറ്റും നമ്മിൽ നിന്ന്. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് പ്രിയപ്പെട്ടത് എടുത്തു മാറ്റിയിട്ട് ദൈവത്തിന് പ്രിയപ്പെട്ടത് നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമ്മുടെ ജീവിത വിജയത്തിലേക്ക് നമ്മെ നയിക്കുക. മനുഷ്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അത് മനസ്സിലാവില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നോട് ചെയ്തത്? എന്തിനു വേണ്ടിയാണ് ഇപ്രകാരം പറഞ്ഞത്? എന്തിനു വേണ്ടിയാണ് ഇപ്രകാരം എല്ലാം പ്രവർത്തിച്ചത് എന്ന് മാനുഷിക ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അതിന് ഉത്തരം കിട്ടുകയില്ല. ദൈവിക ജ്ഞാനം നിറഞ്ഞാലേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക. ചില കുട്ടികളോട് ചില അധ്യാപകർ പറയും, മോനെ നീ നന്നായി പഠിക്കണം. ചില മക്കളോട് മാതാപിതാക്കൾ പറയും, ആ വഴിയെ പോകണ്ട, ആ ബന്ധം വേണ്ട, അതങ്ങോട്ട് അവസാനിപ്പിച്ചേക്കെന്ന്. കഴിഞ്ഞൊരു ദിവസം ഒരപ്പച്ചൻ വന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മക്കളെ ഞാൻ വിശ്വസിച്ചു വെച്ച, ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. പക്ഷേ മക്കൾ എനിക്കെതിരായി പ്രവർത്തിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ സങ്കടം തോന്നി. അവരോടുള്ള സ്നേഹം കൊണ്ട് കറക്ഷൻ കൊടുത്തില്ല. പിന്നീടാണ് മനസ്സിലായത്. ഒരു ദിവസം ജോലി കഴിഞ്ഞ് ഞാൻ വന്നു, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഞാൻ മുകളിലേക്ക് കടന്നു ചെന്നു. അവിടെ നിന്ന് എന്തോ സംസാരിക്കുന്നത് കേട്ടു. അവനോടുള്ള സ്നേഹം കൊണ്ടും താല്പര്യം കൊണ്ടും മുറിയിൽ തട്ടിയില്ല. ഞാനിങ്ങനെ അകത്തിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്. അപ്പോഴാണ് അവന് മനസ്സിലായി എൻ്റെ കാര്യമെല്ലാം പൊളിഞ്ഞുവെന്ന്. അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അവളുമായി സംസാരിക്കുകയാണ്. അപ്പൻ വരുമെന്ന് അവൻ പ്രതീക്ഷിച്ചില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ അവളെ മുറിയിൽ നിന്നും താഴെ ഇറക്കി ഗേറ്റ് കടത്തി അവിടെ ഉണ്ടായിരുന്ന ബൈക്കിനകത്ത് പോവുകയാണ്. ഈ അപ്പൻ പറയാണ്, എനിക്കവനെ തല്ലിക്കൊല്ലാനായിട്ടുള്ള ദേഷ്യമുണ്ടായി. ഞാൻ എന്നെ തന്നെ നിയന്ത്രിച്ചു. ഞാൻ നിയന്ത്രിച്ച് മുറിയിൽ വന്ന് അല്പസമയം പ്രാർത്ഥിച്ച് അന്ന് രാത്രി കിടന്നുറങ്ങി. പിറ്റേന്ന് അവൻ വന്ന് എന്നോട് പറഞ്ഞില്ല. അവൻ പറഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ സങ്കടം മാറുമായിരുന്നേനെ. അവൻ എൻ്റെ അടുത്തേക്ക് വന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. അവസാനം മനസ്സിലുറങ്ങുന്ന ഒരു തിങ്ങുന്ന വേദനയായി. അങ്ങനെയാണ് ഫാദറെ ഞാൻ അച്ഛൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ആ അപ്പനെക്കുറിച്ച് എന്താ പറയേണ്ടത്? ഹൃദയം പൊട്ടുന്ന വേദനയുമായി കുറേ നേരം ആശ്വസിപ്പിച്ചു. നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന മക്കൾ കൈവിട്ടു പോകുന്നത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന മകനോ മകളോ ആരുമായിക്കൊള്ളട്ടെ, വചനം പറയുന്നു, ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു, ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ല എങ്കിൽ അങ്ങയുടെ ഹിതം മനുഷ്യരെങ്ങനെ അറിയും? ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ ഹിതം എങ്ങനെ അറിയും? മാതാപിതാക്കന്മാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. മക്കളോട് ഒരുമിച്ചിരുന്ന് മക്കൾ മാതാപിതാക്കന്മാരോട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്തണം. ജ്ഞാനത്തെ ആഗ്രഹിക്കുന്നവർ പ്രമാണങ്ങൾ പാലിക്കാനായിട്ട് പഠിക്കണം. നമ്മൾ പലപ്പോഴും പലർക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. വിജയിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, എന്നാൽ സ്വയം എളിമപ്പെട്ട് അനുസരണം പഠിക്കാനായിട്ട് ദൈവം എന്നെ അനുവദിക്കുകയാണ്. അച്ഛൻ പറഞ്ഞ് മനസ്സിലായോ? വിജയിക്കാൻ ശക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, എന്നാൽ
സ്വയം എളിമപ്പെട്ട് അനുസരണം പഠിക്കാനായിട്ട് ദൈവം എന്നെ അനുവദിച്ചു. കൂടുതൽ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. എന്നാൽ ഇരുന്ന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ദൈവം എനിക്ക് ഈ രോഗം തന്നു. സന്തോഷം കണ്ടെത്താൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ ജ്ഞാനിയാകാൻ വേണ്ടി ദാരിദ്ര്യം നൽകി ദൈവം എന്നെ അനുഗ്രഹിച്ചു. മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി ഞാൻ യത്നിച്ചു. എന്നാൽ ദൈവത്തിൽ ആശ്രയം വയ്ക്കാനായിട്ട് ദൈവം എന്നെ പഠിപ്പിച്ചു. ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയുടെ സംഗ്രഹമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഈ കടന്നുപോയ സമയങ്ങളിൽ ഞാൻ ആഗ്രഹിച്ചത്, ആവശ്യപ്പെട്ടത് കിട്ടിയില്ല എങ്കിലും എനിക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തരുമെന്ന് വിശ്വസിക്കാനുള്ള കൃപയുണ്ടാകട്ടെ. തൻ്റെ തൂവൽ കൊണ്ട് അവിടുന്ന് നമ്മെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കട്ടെ. നല്ല ദൈവമേ, ഈ കടന്നുപോയ സമയങ്ങളിൽ നീ ഞങ്ങളോട് സംസാരിച്ചത് ഇതാ പരിശുദ്ധാത്മാവിലൂടെ വലിയ ബോധ്യങ്ങൾ ഞങ്ങൾക്ക് തരണമേ. എനിക്ക് ആവശ്യമുള്ളതെല്ലാം സ്വർഗസ്ഥനായ പിതാവ് തക്ക സമയത്ത് ആരിലൂടെയെങ്കിലും എത്തിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ.